സപ്ലൈകോയിൽ 13 സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കുമെന്നറിയുന്നു. 7.5 കൊല്ലങ്ങൾക്ക് ശേഷം സപ്ലൈകോ സബ്സിഡി കുറച്ചു. ഇനി പരമാവധി 35% വരെ മാത്രമേ സബ്സിഡി ലഭിക്കുമെന്നറിയുന്നു. സലീം മാലിക് നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ചേരുകയാണ് തത്സമയം. സലീം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസഭാ തീരുമാനം അത്ര ഗുഡ് മോർണിംഗ് ആയി മാറുന്നില്ല എന്നുള്ളതാണ്. അതേസമയം അത് 2016 മുതൽ ഇതാദ്യമായി 8 വർഷത്തിന് ശേഷം ആദ്യമായി സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2016 തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അടുത്ത 5 വർഷത്തേക്ക് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂടില്ല എന്നുള്ളത്. അത് ആ നിലയിൽ തന്നെ നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു. അതിൽ വലിയ അഭിനന്ദനങ്ങൾ ലഭിച്ചതുമാണ്. മാത്രമല്ല സർക്കാർ വലിയ പ്രചരണമായി മാറ്റിയതുമാണ് ഈ 5 വർഷത്തെ വില കൂടില്ല എന്ന പ്രഖ്യാപനവും അത് നടപ്പിലാക്കിയതും. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ സപ്ലൈകോയിൽ സാധനങ്ങൾക്ക് വില കൂട്ടാൻ നിർബന്ധിതമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അത് ഗുരുതരമായി എല്ലാ മേഖലകളെയും വ്യാപിച്ചിട്ടുണ്ട്. അത് സർവ്വ മേഖലകളിലും സാമ്പത്തികമായി ഞെരുക്കത്തിലേക്ക് പോകുന്നതിനിടെ സപ്ലൈകോ ഏറെക്കാലമായി മുന്നോട്ട് വെച്ചിരുന്ന മന്ത്രിസഭയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന ഒരു ആവശ്യമാണ് സാധനങ്ങളുടെ വില വർധനവ്. അത് നവംബറിൽ അങ്ങനെ മന്ത്രിസഭാ യോഗത്തിൽ സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് വില കൂട്ടാൻ തീരുമാനമായിരുന്നെങ്കിലും അത് ഏത് നിലയിൽ വേണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പഠനം നടത്തുകയായിരുന്നു. അതിനുശേഷമാണ് സപ്ലൈകോ 2 മാർഗങ്ങളാണ് മന്ത്രിസഭയ്ക്ക് മുന്നിൽ വെച്ചത്. അതിൽ ഒന്ന് നൽകാനുള്ള കുടിശ്ശിക പൂർണ്ണമായി നൽകുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ രണ്ടാമത് നിലവിൽ സപ്ലൈകോയിലുള്ള സബ്സിഡി കുറയ്ക്കുക, സബ്സിഡി സാധനങ്ങളെ സബ്സിഡി കുറയ്ക്കുക. 55% സബ്സിഡി എങ്കിൽ അത് 35% കുറയ്ക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിന് മുൻപിലെ വഴി. അത് സർക്കാർ ആ രണ്ടാമത്തെ തീരുമാനം എടുക്കുകയാണ്. ഇതോടുകൂടി നിലവിലെ ഈ സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ കാര്യമായ വർധന ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇതോടുകൂടി സബ്സിഡി സാധനങ്ങളായ ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയ അരി, കുറുവ അരി, മട്ട അരി, പച്ചരി, ഇത്രയും ഇനങ്ങൾക്കാണ്, അതായത് 13 സബ്സിഡി ഇനങ്ങൾക്കാണ് വില വർദ്ധിക്കുക. ഇത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചൊരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിരുന്നതാണെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ പിന്നീട് ഈ നവകേരള സദസ്സ് മുന്നോട്ട് പോകുന്നതിനിടയിൽ അത് നടപ്പിലാക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നതുൾപ്പെടെയുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം നീണ്ടുപോയത്. പക്ഷേ ഭക്ഷ്യവകുപ്പിനെ ഒപ്പം തന്നെ സപ്ലൈകോയൊക്കെ CPI മന്ത്രിമാരുടെ വകുപ്പുകളെയൊക്കെ ബജറ്റിൽ അവഗണിച്ചു എന്നൊരു പരാതി നിലനിൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഈ ബജറ്റ് ചർച്ചയിൽ സപ്ലൈകോയുടെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് നിയമസഭയിൽ തന്നെ ധനമന്ത്രി പ്രഖ്യാപിച്ചതുമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ വില വർധന നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അതോടുകൂടി തന്നെ സപ്ലൈകോയിലെ ഒരു പ്രതിസന്ധി പകുതിയെങ്കിലും മറികടക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. പക്ഷേ അത് എത്രത്തോളം പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയുമെന്നതിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം വലിയ നിലയിൽ ഈ കുടിശ്ശിക സപ്ലൈകോയിൽ ഉണ്ട് എന്ന് മാത്രമല്ല, ഈ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത കുറവ് വല്ലാതെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഈ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടിയില്ല എന്നുള്ളത് വലിയൊരു നേട്ടമായി, വികസന നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടിയപ്പോൾ തന്നെ സപ്ലൈകോയിലെ ഈ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത കുറവ് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. വലിയ 9-ലധികം സാധനങ്ങൾ പല സപ്ലൈകോ സ്റ്റോറുകളിലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വില വർധന വന്നതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ആ സാധനങ്ങൾ തിരിച്ചെത്തുമോ എന്നുള്ളത് കൂടിയാണ് ഈ ഉപഭോക്താക്കൾ ആകാംക്ഷയോടെ നോക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു സലീം മാലിക്.